ഹോട്ടൽ ടാസ്ക് വൻ പരാജയമെന്ന് ബിഗ് ബോസ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ബിഗ് ബോസ് ഇവിടെ പഴി ചാരുന്നത് പവർ ടീം അംഗങ്ങളെയാണ്. വന്ന ഗസ്റ്റും പവർ ടീം അംഗങ്ങളുടെ ഈഗോയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തുറന്നു പറയുന്നു. ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ പവർ ടീം അംഗങ്ങളൊക്കെ വളരെ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത്. അവർ പറയുന്നത് ഈ ടാസ്ക് മനോഹരമാക്കേണ്ടതും അതിഥികളിൽ നിന്ന് കോയിൻ കളക്ട് ചെയ്യേണ്ടതും മറ്റ് ടീം അംഗങ്ങളാണ്. ഇവർ ഇവിടെ നന്നായി നിന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പവർ ടീം അംഗങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ റിബലായി വരുന്നവരെയെല്ലാം അപ്പോൾ തന്നെ പിരിച്ചുവിടുന്നു. പവർ ടീം ഇന്നലെ തന്നെ ടണൽ ടീം അംഗങ്ങളെ മുഴുവൻ പുറത്താക്കിയിരുന്നു. പുറത്താക്കുകയല്ല, അവർ രാജിവെച്ച് പുറത്തു പോയിരുന്നു. കാരണം ഈ പവർ ടീം അംഗങ്ങളുടെ ധാർഷ്ട്യം തന്നെയാണ്. അതിനുശേഷം ഇന്ന് മാൽഫങ്ഷനിങ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് ജാസ്മിനെയും അവർ പുറത്താക്കി. എന്നാൽ പുറത്താക്കപ്പെട്ട റോബോട്ട് ജാസ്മിൻ അകത്ത് കയറാനും പവർ ടീം അംഗങ്ങളോട് സംസാരിക്കാനും വേണ്ടി ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായി മെയിൻ ഡോറിന്റെ അവിടെ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും നടക്കുന്നു. ജാസ്മിൻ പറയുന്നത് ശ്രീതു ജാസ്മിനെ തള്ളി, അപ്പോൾ ജാസ്മിൻ ശ്രീതുവിനെ തള്ളി, ശ്രീതുവിന്റെ കാല് തട്ടി അടുത്തുള്ള പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിച്ചു എന്നാണ്. എന്തായാലും ബിഗ് ബോസ് ഇപ്പൊ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു അവസാന താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോട്ടൽ ഭരണാധികാർ എന്നുള്ള നിലയിൽ പവർ ടീം അംഗങ്ങൾ വൻ പരാജയമാണ്. ഹോട്ടലിന്റെ നടത്തിപ്പിന് വേണ്ടി ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊന്നും ഇവർ തയ്യാറാകുന്നില്ല. റിബലുകളെയൊക്കെ വീണ്ടും വീണ്ടും വെറുപ്പിച്ച് ഹോട്ടലിന്റെ ആജന്മ ശത്രുക്കളാക്കി മാറ്റുന്ന നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സാബുമോൻ ചെറിയ രീതിയിൽ അവരോട് സൂചിപ്പിക്കുന്നുമുണ്ട്. അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ പക്ഷേ തയ്യാറല്ല.